അതിലെ നിവാസികളുമേ സമാധാനത്തോടെ വസിപ്പീ. എന്തെന്നാൽ താൽക്കാലിക ജീവിതത്തെ ആഗ്രഹിക്കുന്നവന് ലോകം യാതൊരു പ്രയോജനവും നൽകുന്നില്ല. ഇതാ നിന്നിൽ നിന്ന് എന്നെ കൊണ്ടുപോകുന്നു. ഞാൻ പോയി സകല രഹസ്യങ്ങളുടെയും ന്യായാധിപന്റെ മുമ്പാകെ കണക്കു ബോധിപ്പിക്കുവാൻ പോകുന്നു. വൈരൂപ്യം സുമുഖ കേകും മൃതിയേ നീ സ്നേഹിതനോടുമോ ദീപ്പോനെ ഖേദിപ്പിക്കും. വന്നിനി നിൻ ഭരണം നീക്കി ദുഃഖിതരേ സ്വപ്രഭയാൽ മോദിപ്പിക്കും നാഥൻ ധന്യൻ. അല്ലയോ മരണമേ, നീ സുന്ദരന്മാരെ വിരൂപികളാക്കുന്നു. സ്നേഹിതനുമൊത്ത് ഉല്ലസിക്കുന്നവനെ ഈ മകന്റെ ആത്മാവിന്റെ ശാന്തയ്ക്കായി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈ ഭവനം സെന്റ് മേരീസ് ഇടവകയ്ക്ക് ചെയ്തതിനുള്ള എല്ലാ സഹായങ്ങളെയും സേവനങ്ങളെയും പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ദുഃഖത്തിൽ ഇടവകയും പങ്കുചേരുന്നു. ദൈവാശ്വാസം, സമാധാനവും സ്വസ്ഥതയും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഇടവകയുടെ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ഇടവകയ്ക്ക് വേണ്ടി ട്രസ്റ്റി ശ്രീ CB ജേക്കബ് അവരോട് ഇപ്പോൾ ഇടവകയുടെ ആദരാഞ്ജലി അർപ്പിച്ച് ശരീരത്തിൽ പുഷ്പം സമർപ്പിക്കുന്നു. നമുക്ക് ഇപ്പോൾ പ്രാർത്ഥന നടത്തി. അതുപോലെ ഭക്തന്മാരും ദൈവം പ്രവചിക്കും. ശരണത്താലും കൃപയും Thomas,
സന്തോഷം എന്നിവയ്ക്ക് വേണ്ടി അറിയിച്ചിട്ട് ഇപ്പോൾ നാലാമത്തെ ശുശ്രൂഷ നമുക്ക് നിർവഹിക്കുന്നപ്പോഴും പഴയ സുജാനപ്പള്ളിയിലെ പ്രസിദ്ധീകരിക്കുന്നു. പഴയ സുജാനപ്പള്ളിക്കകത്ത് ഇത്രയും പേരെ സംബന്ധിക്കുവാനായിട്ട് അവിടെ അനുവാദമില്ല. അത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അത് വീണ്ടും ഞാൻ ഓർമ്മിപ്പിച്ചതാണ്. അന്നത്തെ ക്രമീകരണമനുസരിച്ച് അതിലെ സമയം എടുക്കണം. പഴയ സുജാനപ്പള്ളിയിൽ മരണം പാതാളത്തിന്റെ വാതിൽക്കൽ വെച്ച് എന്നെ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു. മരണദൂതൻ എന്റെ പിന്നാലെ വന്നപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും സൂക്ഷിച്ചു നോക്കി. എന്റെ സഹായത്തിന് ആരെയും ഞാൻ കണ്ടില്ല. തന്നോടപേക്ഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നവനായ കർത്താവേ, നിന്റെ ദൈവത്വത്തിന്റെ വലത്തുഭാഗത്ത് എന്നെ നിർത്തണമേ. ജഗതീരക്ഷകനാ മശീഹ നൃപനൻ ആൾവിട്ടതിനാൽ പോകുന്നേ സങ്കടപൂർവം. എന്റെ വാത്സല്യമുള്ളവരെ, യഥാർത്ഥമായും ഞാൻ ഭയപ്പെടുന്നു. വലിയ പീഡ എന്നെ ഭയപ്പെടുത്തി എന്റെ ബോധത്തെ ഇളക്കി മറിക്കുന്നു. എന്തെന്നാൽ സൃഷ്ടികളുടെ രക്ഷകനായ മിശിഹാരാജൻ എന്നെ കൂട്ടിക്കൊണ്ടു ചെല്ലുവാൻ ദൂതനെ അയച്ചിരിക്കുന്നു. ഞാനിതാ വിഷാദത്തോടെ ആ സന്നിധിയിലേക്ക് പോകുന്നു. ലോകവും
അതിലെ നിവാസികളുമേ സമാധാനത്തോടെ വസിപ്പീ. എന്തെന്നാൽ താൽക്കാലിക ജീവിതത്തെ ആഗ്രഹിക്കുന്നവന് ലോകം യാതൊരു പ്രയോജനവും നൽകുന്നില്ല. ഇതാ നിന്നിൽ നിന്ന് എന്നെ കൊണ്ടുപോകുന്നു. ഞാൻ പോയി സകല രഹസ്യങ്ങളുടെയും ന്യായാധിപന്റെ മുമ്പാകെ കണക്കു ബോധിപ്പിക്കുവാൻ പോകുന്നു. വൈരൂപ്യം സുമുഖ കേകും മൃതിയേ നീ സ്നേഹിതനോടുമോ ദീപ്പോനെ ഖേദിപ്പിക്കും. വന്നിനി നിൻ ഭരണം നീക്കി ദുഃഖിതരേ സ്വപ്രഭയാൽ മോദിപ്പിക്കും നാഥൻ ധന്യൻ. അല്ലയോ മരണമേ, നീ സുന്ദരന്മാരെ വിരൂപികളാക്കുന്നു. സ്നേഹിതനുമൊത്തുല്ലസിക്കുന്നവനെ ദുഃഖിപ്പിക്കുന്നു. നിന്റെ അധികാരത്തെ നീക്കിക്കളഞ്ഞ് നീ ദുഃഖിപ്പിച്ചവരെ പ്രകാശത്താൽ സന്തോഷിപ്പിക്കുന്ന വരുവാനിരിക്കുന്ന തമ്പുരാൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കാനന പുഷ്പങ്ങൾ അമാനുഷിക കരങ്ങൾ നെയ്ത വസ്ത്രം ധരിക്കുന്നത് പോലെ തന്നെ ആദാമിന്റെ മക്കൾക്കായി പരിശുദ്ധാത്മാവ് നെയ്തിട്ടുള്ള വസ്ത്രം ഉയർപ്പിൽ നീതിമാന്മാർ ധരിക്കുന്നു. വത്സലരേ ദൂരത്തെന്തിനു നിൽക്കുന്നൻ അരികിൽ വരുവിൻ ശ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ സങ്കടകീർത്തനമൻ പേർക്ക
എനിക്കായി പാടിടുവിൻ. മൃതി പാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ. എന്റെ വാത്സല്യമുള്ളവരെ, നിങ്ങൾ എന്തിനകലെ നിൽക്കുന്നു? എന്നെ സമീപിച്ച് എനിക്ക് സമാധാനം തന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നെടുവീർപ്പോടുകൂടെ എന്നെക്കുറിച്ച് വിലപിക്കുകയും ചെയ്യുവീൻ. എന്തെന്നാൽ ഇതാ ഇന്നു മരണം പാതാളത്തിന്റെ വാതിൽക്കൽ വെച്ച് എന്നെ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു. മരണദൂതൻ എന്റെ പിന്നാലെ വന്നപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും സൂക്ഷിച്ചു നോക്കി. എന്റെ സഹായത്തിന് ആരെയും ഞാൻ കണ്ടില്ല. തന്നോടപേക്ഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നവനായ കർത്താവേ, നിന്റെ ദൈവത്വത്തിന്റെ വലത്തുഭാഗത്ത് എന്നെ നിർത്തണമേ. വത്സലരേ, സത്യം ഭയമാർന്നീടുന്നേ. കഠിന ഭയത്താലെന്നകതാരിളകിടുന്നു. പ്രത്യേകമായിട്ട് ഈ പഴയ സുറിയാനി പള്ളിയുടെ ട്രസ്റ്റിമാരിവിടെ ഉണ്ട്, സെക്രട്ടറിമാരുണ്ട്, ഭരണസമിതി അംഗങ്ങളുണ്ട്. അവർ നിർദ്ദേശം നൽകിയിരിക്കുന്ന എല്ലാ അടക്കത്തിലും ഇങ്ങനെ തന്നെ. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവിടെ രജിസ്റ്റർ വെച്ചിട്ടുണ്ട്. ആ രജിസ്റ്ററിലെ പേരെഴുതി നിങ്ങൾ അത് ചെയ്യണം. അത് നിർബന്ധമായിട്ടും ഇതിൻ്റെ കാര്യാലയത്തിൽ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കണം. ബഹുമാനപ്പെട്ട മത്തായി മുതലച്ഛന്, അതുപോലെ തന്നെ കുട്ടമ്പേരൂർ സെൻറ് മേരീസ് മുട്ടാൽപ്പള്ളി ഇടവ അംഗങ്ങൾ, അതിൻ്റെ ഭരണസമിതി അംഗങ്ങളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ യൗവനക്കാരൻ്റെ പിതൃ സഹോദരന് ആ ഇടവകയിലെ പ്രധാന ശുശ്രൂഷകനാണല്ലോ. അവർ ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അവരുടെ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് അവർ മൃതശരീരത്തിലെ ഒക്കെ സമർപ്പിക്കുന്നതോടൊപ്പം ഇടവയ്ക്ക് വേണ്ടി ഒരു വാക്ക് അനുശോചനം ഇപ്പോഴെ ബഹുമാനപ്പെട്ട വികാരി അച്ഛന് കുന്നിലച്ഛന് രേഖപ്പെടുത്തും. വന്യ പിതാക്കന്മാരെ, കർത്താവിൽ സ്നേഹനിധികളായി പ്രിയപ്പെട്ടവരെ, കുട്ടമ്പേരൂർ സെന്റ് മേരീസ് ദേവാലയത്തിന്റെ ആദരവ് പ്രത്യേകിച്ച് ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അന്ത്യോപചാരം അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട കൊച്ചുമോൻ ആ ദേവാലയത്തിന്റെ ശുശ്രൂഷകനായി കാലങ്ങളായി ഏറ്റവും സ്തുത്യർഹമായി സമർപ്പിതനായി ശുശ്രൂഷിക്കുന്നു. ഇടവകയുടെ എല്ലാ ആദരവും പ്രത്യേകിച്ച് ആത്മീയമായ അനുഭവങ്ങളിൽ കൊച്ചുമോൻ കാട്ടുന്ന എല്ലാ നല്ല ഉത്സാഹത്തെയും മാനിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ആ കുടുംബത്തിന്, പ്രത്യേകിച്ച് മാതാപിതാക്കൾ, സഹോദരങ്ങളൊക്കെയും ഇവിടെയുണ്ട്. ആ കുടുംബത്തിന് നേരിട്ട വേദനയിൽ കുട്ടമ്പേരൂർ സെന്റ് മേരീസ് ദേവാലയം പ്രത്യേകമായിട്ട്
ആദരവ് അർപ്പിക്കുന്നു, വേദനയിൽ പങ്കുചേരുന്നു. ഈ പ്രിയമകന്റെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇടയോടെ ആദരവ് അർപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് എല്ലാവിധമായ സമർപ്പണങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മൃതശരീരത്തിൽ, ഭൗതിക ശരീരത്തിൽ ബൊക്കെ സമർപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാലാമത്തെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട വൈ തോമസ് അച്ഛന്, മത്തായി ബുധനച്ഛന്, മാത്യു തോമസ് അച്ഛന്, ജോബിനച്ഛന് ശുശ്രൂഷയ്ക്ക് കാർമ്മിത്വം വഹിക്കുന്നു. പ്രാർത്ഥനയോടെ ഇതിൽ സഹകരിക്കാനായിട്ട് ഓർക്കും. ഇപ്പോൾ വേർപെട്ട് ഈ വൃദ്ധലോകത്ത് നിന്ന് യാത്രയായിരിക്കുന്ന ഈ പ്രിയ മകന്റെ ആത്മാവും പുനരുദ്ധാന ദിവസം വരെ ആശ്വാസവും സന്തോഷവും ആനന്ദവും സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധ മാലാഖമാരാൽ നയിക്കപ്പെടുവാനും അവിടെ വെച്ച് നോപ്രസനയോട് നിന്നെ എതിരേൽപ്പാനും സന്നദ്ധയാക്കുകയും ചെയ്യണമേ. മുതലെപ്പോൾ ഞാൻ മൃതനായി ഹാലേലുയ്യ പാഴ്പാത്രം പോലായ ഞാനെതിരായി ഹാലേലുയ്യ ആലോചിക്കുന്നത് കേട്ടേ എടുക്കാൻ അവരൊത്തു ഹാലേലുയ്യ നാദാ ശരണപ്പെട്ടെ നിന്നെ ദൈവം ഹാലേലുയ്യ നിന്റെ കാലങ്ങൾ മാറുമോ സത്തവനെ കരുണാപൂർണ വിധിയേൽക്കരുതേ നിന്നടിയാതിരല്ലേ നീ അവരെ കർത്താവേ അവരെ എന്താക്കിവേണം നിന്റെ ഞങ്ങളിൽ വാട്ടിയിടുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹം കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നതിനായ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ല നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. പാർക്കുമോ ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമായവിടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കവളക്കപ്പെട്ടിരിക്കുന്നവരുടെ പുനരുദ്ധാനവും മരിച്ചുപോടിയും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദത്തിലിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിരിക്കുന്നവരുടെ ധൈര്യവുമായ സ്തുതി. ഈ ദാസന്റെ മരണാനന്തര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകലപെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായിസോടിരിക്കുന്ന എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ില്ലാത്ത ദേശം മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പ്രമേയം ജീവനും ഉറവയും സകലത്തിന്റെയും സൃഷ്ടാവും ലോകത്തെ അവസ്ഥാന്തരങ്ങളെ ക്രമീകരിക്കുന്നതിനുമായ ദൈവമായ കർത്താവേ, നീ ഭയങ്കരനും നിന്റെ കൽപ്പനയിൽ മഹനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനുമാകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യദൃഷ്ടിക്ക് ഗോചരമല്ല. ആലോചനകളുടെ ആഴവും ഹൃദയചിന്തകളും തിരുസന്നിധിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായ്ച്ചു കളയുവാനും മനുഷ്യസംഹാരങ്ങളാലും സർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുമിശിഹ എന്ന വത്സരപുത്രനെ ലോകത്തിലേക്ക് നീ അയക്കുകയും താല്പര്യമുള്ള സകലമാക്കൾക്ക് രക്ഷയും മരണമില്ലായ്മയും അവൻ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ദേശപൂർണമായ ഈ ലോകത്ത് നിന്ന് ശ്രേഷ്ഠവും അനശ്വരവുമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താവും ലോകങ്ങൾക്ക് അധികാരിയുമായുള്ളവയെ
താൽക്കാലിക ജീവിതമാവും പരദേശവാസത്തിൽ നിന്ന് വേർപെട്ട് യാത്രയായിരിക്കുന്ന ഈ ദാസന്റെ സ്വസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സഖ്യഭവനം വസിപ്പിക്കുന്നവരായ സമാധാന മലകമാർ മൂലം വിദ്യാത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്ന് വിദ്യാത്മാവിനെ രക്ഷിച്ചു കൊള്ളണമേ. ആ എതിരാളികളുടെ ബന്ധനത്തിൽ നിന്നതിനെ നീ വളർത്തണമേ. തിരുനാമ ഭക്തരും തിരുവിഷ്ണു ആചരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്നത് പോലെയുള്ള സേനകളും ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവന്റെ പാപങ്ങളെ പൂർണ്ണമായി നീ പരിഹരിക്കണമേ. ഇവന്റെ തെറ്റുകളെ നിന്റെ ദൈവമാൽ പൂർണ്ണമായി ക്ഷമിക്കണമേ. ഇവന്റെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വരങ്കയിൽ നീട്ടിക്കൊടുത്ത രണ്ടാം മരണമാം ചുഴിയിൽ നിന്നവനെ നീ ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ എന്റെ ശക്തിയാൽ അവനെ സഹായിക്കണമേ. വിശാലികളുടെ ഭയങ്കരമായ ഉറവിടങ്ങളിൽ ഇവനെ രക്ഷിച്ചു കൊള്ളണമേ. ഇവന്റെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്കതുപോലെ ഇവനെ നീ വിധിക്കരുതേ. തിരുസന്നിധിയിൽ സർവ്വരും കുറ്റകാതന്നെയാകുമല്ലോ. കർത്താവേ, സ്വാഭാവികമായ ദുർബലർക്ക് അനുഭവമേ. ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന നാമത്തെ ഇതിന്റെ മഹാകരുണയും ഞങ്ങൾ ഇവനും ഓർക്കണമേ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടായ നിന്റെ പുത്രന്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും എന്റെ മേൽ ഉദിപ്പിക്കണമേ. ഇവൻ വിശ്വസിച്ചതായ ശ്രീവ ഇവൻ വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിക്കുന്ന പ്രകാശസ്തംഭമായി ഭവിക്കണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ തന്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ രചിച്ചു പോകത്തക്കവണ്ണം നിന്റെ കരുണ ഇവരിൽ ഉണ്ടാകുമാറാകണമേ. കർത്താവേ, തിരുനാമ ഭക്തർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങൾ എത്തുന്നവരെ എന്റെ ദാസന് കോട്ടയും മനിയായും കാവൽക്കാരൻ സഹായം നീ തന്നെ ആയിരിക്കണമേ. അവിടെ ആനന്ദമില്ലാത്തതിന്റെ മഹിമയിലും ആനന്ദിക്കുമാറാകണമേ. അബ്രഹാമിന്റെ വഴിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിപ്പാനവനെ സംഗതിയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധകരായ ഞങ്ങളെ എല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളതും പാപാരികവുമായ ജീവിതത്താൽ അന്താരത്തിൽ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങളും നിർവഹിപ്പാൻ ഇടയാകണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാ ഞങ്ങളെ കടാക്ഷിച്ച് വിലാപത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനവരായിരിക്കുന്നവർക്ക് മുഖപ്രസന്നത നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്നവർക്ക് ശരണവും പ്രത്യാശയുമായതുകൊണ്ട് അവളുടെ മുഖത്തുനിന്ന് നീരും ദുഃഖവും നീക്കിക്കളയണമേ. ദൈവമേ, അതിന്റെ മഹാമനുഷ്യായുള്ള പ്രത്യാശയിൽ മുൻകൂട്ടി അടുക്കിലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയവും അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരീ സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും വഹിച്ചിരിക്കുന്ന കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങൾ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ പ്രസന്നമുഖങ്ങളോട് എതിരേൽപ്പാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവേ, മുൻകൂട്ടി നിദ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായ രക്ഷിതരും അവിടുത്തെ കർത്തൃത്വദാസരുമായ ഞങ്ങളെല്ലാവരും അനന്തമില്ലാത്ത നിന്റെ രാജ്യത്തിൽ വന്യവും ഗ്രഹണാതീതവുമായ നിന്റെ നാമത്തെയും നിന്റെ യോഗത്തിനെ നിന്റെ വിശുദ്ധമായി സ്തുതിച്ചു പുകഴ്ത്തുവാൻ യോഗ്യരായി തീരണമേ. ഓശോ മരണം പ്രാപിച്ചെഴുതിപ്പോയോനെ കബറേവാനം ചെയ്ത മഹാദിവസേ മൃതരെ സത്യവിധിക്കാൻ തലമുറകൾ വന്നെത്തിയിടും. സർവേശ എന്നെ നാളിൽ കാരുണ്യം ചെയ്യണം നീ പ്രാണപ്രദനല്ലോ മുറിയോറായി
സൗന്ദര്യം കാണിക്കുകയും നിന്റെ കൽപ്പന പ്രകാരം ഇവിടെയുള്ള ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചുക്കളുടെ കഠിന ബന്ധനത്തിൽ നിന്നും അന്തരീക്ഷവാസികളും അദൃശ്യരുമായ ശത്രുള്ള ദർശനത്തിൽ നിന്ന് ഈ ആത്മാവ് രക്ഷിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ ദൈവമേ, ഈ ആത്മാവ് യാത്രയുടെ ദിവസങ്ങളുടെ ആരെങ്കിലും ജീവനെ വിട്ട് മുന്നേറുവാൻ ഞങ്ങൾ വാർണയാക്കുകയും ചെയ്യണമേ. ധന്യൻ മസിഹാവാകാൽ ഉയർത്തിപ്പോൻ തൻ കൽപ്പന പാലിച്ചോർക്കാതേനോ വസ്ത്രം നൽകിയിടും അവനെ രാജ്യത്തിലേൽപ്പാനവർ വേഗങ്ങളിലേറി വരും. അവരാനന്ദത്തോടാകും വന്നേ ഏറി കൈക്കൊണ്ടിടുവിൻ കൽപ്പന കാത്തോ കാമുണ്ട് നാഥൻ കരുതിടുമാരാജ്യം നിന്നും മാശിഹാദൻ റോസ്മായോലെ മൃദരെ മഴി കൊണ്ടാശിപ്പോ ധീരതയും പ്രത്യാശയും പ്രാപിപ്പീൻ. ഉയരോടെ നേൽക്കും നിങ്ങൾക്കിടെ ഏതും നീണ്ടീടാതെ കല്ലറയുന്നും പർവീസമുകൾ വാസരമാസന്നും മാർഗമോ സ്വനമോരമരോവൽ റൂഹോകാദീശോ അന്യൻപോലോ സ്നേഹാചം നേമം കേട്ടെ മൃദയോത്തെ കർണിങ്ങൾ കരുത നാശിച്ചിടും മേന്മാരിൽ കാഹളനാദത്താമൃതരെല്ലാരും എഴുന്നേൽക്കും. താൽക്കാലികമാമീ ഗാത്രം നിത്യാലയ പ്രാപിച്ചേരും തരവിഴുന്നേൽക്കും കേടില്ലാതുധാനത്തിൽ വാങ്ങാടിൽ മനോലം മനോലം വൽകിനമേൻ മസിക്കട്ടെ ഏതാബലച്ചിട്ടാബാബേ തീച്ചൂടയിൽ ബാലന്മാരിൽ കിട്ടിയ ജീവപാലനീരമൃതിലോ ഭർത്താകുലമേറും ഭവനങ്ങളിൽ വരുന്നോറി നിന്റെ മേത്തിൽ നേത്രേരന്ദാസന്മേ രമോകീടവകാശം ഈടേകം ശാശ്വത സുസ്ഥിരരാജ്യത്ത് ശരണേ മൃദനാം ദാസനോദ്ധാനം നവ്യത നൽകട്ടെ. ദിവസം വേദന ദിവസം പരിദേവന ദിവസം കടുദിവസം നൽകണമാ ശ്വാസം ഏവരും ഒരുപോലെ മതിനുകരണമെന്ന യൗവനമളികൈപ്പാൽ കഠിനതരം നാഥ നൽകണമാശ്വാസം. മുന്നറിവണ്ട് സത്വരമെത്തുകയോ ദിവരുദ്ധാനത്ത് നൽകണമാശ്വാസം. സഹജൻ രക്ഷിക്കാം സ്നേഹിതീട ഏവം നിവിവചനോ പ്രിയ നിറവേറി തുണനാഥ ചെയ്യുക. കഷ്ടപ്പെടുവാനും നാശകനാം ഹൃദയെ ചൊല്ലി കരയാനും ബാധ്യതയുണ്ട്. സ്തോത്രം കർത്താവേ നിന്നാ
മക്കൾക്ക് പാനം ചെയ്യുവാൻ ആദാമിൻ 40 തലമുറയായി കൈ മാറി. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ ഓർക്കുമോ? കൊരിന്ത്യ ലേഖനം 15 അധ്യായം 34 മുതൽ 53 വരെയുള്ള വാക്യം. നീതിയോടെ ഹൃദയത്തെ ഉണർത്തുകയും നിങ്ങൾ പാപം ചെയ്യരുത്. ചില ആളുകൾ ദൈവത്തെ കുറിച്ച് അറിവില്ലാതിരിക്കുന്നു. നിങ്ങളെ ലജ്ജിപ്പിക്കുവാനായിട്ടാകുന്നു ഞാൻ പറയുന്നത്. നിങ്ങളിൽ ഒരുവൻ മരിച്ചവർ എങ്ങനെ പുനരുദ്ധാനം ചെയ്യുമെന്നും ഏത് ശരീരത്തോടു കൂടി വരുമെന്നും ചോദിച്ചേക്കാം. ഓക്ഷാ, നീ വിതയ്ക്കുന്നവർ തിഴയ്ക്കുന്നില്ലെങ്കിൽ മുളയ്ക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാൻ പോകുന്ന ശരീരമല്ല, ഗോതമ്പിന്റെയോ യവത്തിന്റെയോ മറ്റേതെങ്കിലും ധാന്യത്തിന്റെയോ വെറും മണി മാത്രം. എന്നാൽ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യന്റെ ശരീരം ഒന്ന്, മൃഗങ്ങളുടെ ശരീരം മറ്റൊന്ന്, പക്ഷികളുടെ ശരീരം വേറൊന്ന്, മത്സ്യങ്ങളുടെ ശരീരം വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. എന്നാൽ സ്വർഗീയരുടെ തേജസ് ഒന്ന്, ഭൗമികരുടെ തേജസ് മറ്റൊന്ന്. സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റെ തേജസ് മറ്റൊന്ന്. നക്ഷത്രങ്ങളുടെ തേജസ് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിൽ തേജസ്സിന് വ്യത്യാസമുണ്ട്. അപ്രകാരം തന്നെയാകുന്നു മരിച്ചവരുടെ പുനരുദ്ധാനം. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്ന അനുസ്വരതയിൽ ഉദ്ധാനം ചെയ്യുന്നു. ഹീനമായി വിതയ്ക്കപ്പെടുന്ന മൊത്തത്തോടെ ഉദ്ധാനം ചെയ്യുന്നു. ബലഹീനതയോടെ വിതയ്ക്കപ്പെടുന്നു, ഇരുട്ടതയോടെ ഉദ്ധാനം ചെയ്യുന്നു. ഭൗതിക ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉദ്ധാനം ചെയ്യുന്നു. ഭൗതിക ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ആദ്യ മനുഷ്യനായ ആദാം ജീവനുള്ളവനായി തീർന്നു എഴുതപ്പെട്ടിരിക്കുന്നു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവുമായി. എന്നാൽ ആദ്യം ആത്മീയനല്ല, ഭൗതികനാണ് ഉണ്ടായത്. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ടവനും രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗീയനായ കർത്താവാകുന്നു. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയിരിക്കുന്നുവോ അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ആയിരിക്കും സ്വർഗീയരും. ഭൗമികന്റെ സാദൃശ്യം നാം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യം നാം ധരിക്കും. എന്നാൽ എന്റെ സഹോദരന്മാരെ, ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അർഹിക്കാവുന്നതല്ല, നശ്വരമായ അനശ്വരത അർഹിക്കാവുന്നതല്ല എന്ന് ഞാൻ പറയുന്നു. ഇതാ ഞാൻ ഒരു രഹസ്യം നിങ്ങളോട് പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം പോതുമ്പോൾ കണ്ണിവെക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ച അക്ഷയമായി പുനരുദ്ധാനം ചെയ്യുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യുമെന്നാൽ നശ്വരമായ അനശ്വരതയും അർത്ഥമായ സമർത്ഥതയും ധരിക്കുവാൻ പോകുന്നു. അവിനായി പറക്കുമോ? ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയപ്പെടുന്ന നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവനുള്ള പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ തമ്പുരാന്റെ പരിശുദ്ധയും ലോകത്തിന്റെ ജീവലക്ഷ്യം പ്രസംഗിക്കുന്ന പ്രസംഗകനായ യോഹന്നാൻ ശ്ലീഹായിൽ നിന്നും വാഴ്ത്തപ്പെട്ടവരാകുന്നു. നമ്മുടെ രക്ഷക്കായി തന്നെയായി തുറന്നതുകളും നാം എല്ലാവരുടെ പേരിൽ തന്നെ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. നിന്ന് ശരീരം ധരിച്ച ജീവന്റെ വചനമായ ദൈവവും നമ്മുടെ കർത്താവ് നമ്മുടെ രക്ഷിതാവായ തമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാരകാലം ഇവപ്രകാരം ചെയ്തു. യേശുദമ്പുരാനോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്നവയെ പ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്ന എല്ലാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് വേദവരെയായ നൂറോട്ടുകളെയും അവനെ കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജയിപ്പിക്കുന്നത് പോലെ തന്നെ
പുത്രനും തനിക്ക് ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെയും ബഹുമാനിക്കുവാനായിട്ട് പിതാവ് ഒരുവനും വിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവർ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിസാദപ്പെടാതെ മരണപ്പെട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു. അത് ഇപ്പോൾ തന്നെയും ആകുന്നു. എന്നാൽ പിതാവിനാൽ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനാൽ തന്നെ ജീവനുണ്ടായപ്പാൻ കൊണ്ട് ദേവന്മാരെ കൊടുത്തിട്ടുണ്ട്. ന്യായവിധി കൂടി നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു. എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മയേതോർ ദണ്ഡനയ്ക്ക് വേണ്ടി പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു. ഇത് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. പറക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. സങ്കടത്തോടും കൂടെ യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ പ്രിയനായി സോനെന്നേറ്റിടണം. ജീവന്റെയും മരണത്തിന്റെയും അധികാരമുള്ളവനും മരണത്തിന്റെയും ഉപയോഗത്തിന്റെയും ഉള്ളവനും ആത്മാക്കളുടെയും സകലങ്ങളുടെയും ദൈവമായ ശിവശിയാതമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അന്തരീക്ഷത്തിൽ മതിയിരിക്കുന്നവരിൽ നിന്ന് ഈ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ രക്ഷിച്ച സൗമ്യ യേശുവിനെ മാറാമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സന്തോഷപ്രദമായ ഞങ്ങളെല്ലാവരുടെ ആത്മാവിനെ പ്രശോഭിക്കണമേ. നാം 3 പ്രാവശ്യം പ്രിയലായിസോൻ എന്നായി ഏറ്റുചൊല്ലണം. ഈ സഹോദരനെ സ്വർഗീയസേനയുടെ സഹായത്തിനായിട്ട് കൊടുക്കണമേ. ഇവന്റെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ ധൈര്യമുഖാന്തരം പോയാൽ മതിയെന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയങ്ങളിൽ നിന്നും ഇവൻ വഴുതി രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങൾ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിലേക്ക് വരയാനയിക്കണമേ. ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടും നിരക്കും പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിമാടുകയും ചെയ്യുമാറാകണമേ.
ഞാൻ സന്തോഷിച്ചു. കർത്താവരും മുതലുയർപ്പിക്കും, ശരണം നൽകും, സകലവരെ തുറക്കും. നിങ്ങൾ നിന്നെ പ്രേരകരെന്ന് സ്വീകരണം ഞാൻ നേടാനെത്തിക്കുകയും ജീവിപ്പിക്കും. എന്നേക്കും സലാമ നൽകണമേ. ഓർക്കിൻ പ്രിയരെ, എന്നെ പ്രാർത്ഥനയും അവിടുത്തെ തിരുനാമത്തെ സ്വാതന്ത്ര്യവാനായ ബന്ധത്തിൽ തന്നെ സ്വർഗീയ മാലാഖമാരും പ്രധാനമാലാഖമാരും സ്തുതിക്കുന്ന പോലെ ബലഹീനന്മാരും മൺമേരുമാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാ കാലവും എല്ലാ സമയത്തും ഞങ്ങൾ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. സ്വർഗീയ രാജാം സൃഷ്ടാവായ ദൈവമായ കർത്താവേ, നിന്നെ ദൈവമായ കർത്താവേ, പരിശുദ്ധ റുഹായിയുടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സത്യത്തിന്റെ പിതാവുമായുള്ള നിനക്ക് യാതൊന്നും ചെയ്യുള്ള ശുദ്ധവായിക്കും ഞങ്ങളോട് കർമ്മ ചെയ്യണമേ. ഞങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട മൂന്നാം ദിവസത്തിലെ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാണ്
ഈ തിരക്കി വന്ന് നിൽക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യമായിട്ട് പിടിച്ചിറക്കേണ്ടവർ മാത്രം ഉള്ളോട്ട് വരിക, ബാക്കിയുള്ളവർ പള്ളിയുടെ പരിസരത്ത് തന്നെ നിൽക്കുക. ലോകവും അതിലെ നിവാസികളുമേ സമാധാനത്തോടെ വസിപ്പി. എന്തെന്നാൽ താൽക്കാലിക ജീവിതത്തെ ആഗ്രഹിക്കുന്നവന് ലോകം യാതൊരു പ്രയോജനവും നൽകുന്നില്ല. ഇതാ നിന്നിൽ നിന്ന് എന്നെ കൊണ്ടുപോകുന്നു. ഞാൻ പോയി സകല രഹസ്യങ്ങളുടെയും ന്യായാധിപന്റെ മുമ്പാകെ കണക്കു ബോധിപ്പിക്കുവാൻ പോകുന്നു. വൈരൂപ്യം സുമുഖ കേകും മൃതിയേ നീ സ്നേഹിതനോടുമോ ദീപ്പോനെ ഖേദിപ്പിക്കും. വന്നിനി നിൻ ഭരണം നീക്കി ദുഃഖിതരേ സ്വപ്രഭയാൽ മോദിപ്പിക്കും നാഥൻ ധന്യൻ. അല്ലയോ മരണമേ, നീ സുന്ദരന്മാരെ വിരൂപികളാക്കുന്നു. സ്നേഹിതനുമൊത്തുല്ലസിക്കുന്നവനെ ദുഃഖിപ്പിക്കുന്നു. നിന്റെ അധികാരത്തെ നീക്കിക്കളഞ്ഞ് നീ ദുഃഖിപ്പിച്ചവരെ പ്രകാശത്താൽ സന്തോഷിപ്പിക്കുന്ന വരുവാനിരിക്കുന്ന തമ്പുരാൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കാനന പുഷ്പങ്ങൾ അമാനുഷിക കരങ്ങൾ നെയ്ത വസ്ത്രം ധരിക്കുന്നത് പോലെ തന്നെ ആദാമിന്റെ മക്കൾക്കായി പരിശുദ്ധ നീതിമാന്മാർ ധരിക്കുന്നു.
വത്സലരേ ദൂരത്തെന്തിനു നിൽക്കുന്നൻ അരികിൽ വരുവിൻ ശ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ. കണ്ണുകളാൽ കാണപ്പെടുകയോ ചെവികളാൽ കേൾക്കപ്പെടുകയോ മനുഷ്യഹൃദയത്താൽ ഗ്രഹിക്കപ്പെടുകയോ ചെയ്തിട്ടില്ലാത്ത ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കാൽ ഒരുക്കിയിരിക്കുന്നതുമായ വാഗ്ദാനം കർത്താവ് ഇവരിൽ പ്രവർത്തിക്കുമാറാകട്ടെ. കർത്താവിന്റെ പാപങ്ങളെ പരിഹരിക്കുകയും തെറ്റുകളെ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ദേശപൂർണമായ ലോകത്തിൽ വെച്ച് ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും തെറ്റുകളും ദൈവം മായിച്ച് കളയുകയും തന്റെ കരുണയാൽ അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുമാറാകട്ടെ. വത്സല സഹോദരങ്ങളെ പരസ്പര ആശ്വസിപ്പിക്കുകയും അന്യോന്യം ധൈര്യപ്പെടുത്തുകയും മരിച്ചവരുടെ സംസ്കാരത്തിൽ നീകരണം പ്രാപിക്കുകയും ഹൃദയം നിന്ന് കരുണ പിൻവലിക്കരുത്. അവരുടെ ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം എല്ലാ ഭവനത്തിൽ പോകുന്ന കൽപ്പനയനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രജകളെന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന് ആ ദൈവിക തിരുവെഴുത്ത് നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിനും വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. കർത്താവിന്റെ കരുണയാൽ നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കുകയും തെറ്റുകളെ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടി നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശുമിശിഹ നിങ്ങൾക്ക് ഉത്തരമരുളും. ഐശ്വര്യപൂർണമായ ശ്രീമണ്ഡലത്തിൽ നിന്ന് കർത്താവ് യാചനകൾക്ക് മറുപടി അയച്ചിരിക്കുകയും ചെയ്യും. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് ലോകാരംഭത്തിനു മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം അവകാശം അനുഭവിച്ചുകൊള്ളുമെന്ന് അരുളി ചെയ്യുന്ന സന്തോഷപ്രദമായ ശബ്ദം കേൾക്കാൻ ദൈവം നിങ്ങൾക്ക് സംഗതിയാക്കട്ടെ. നിങ്ങളുടെ പരേതരെയും തന്റെ ശരണത്തിൽ പ്രാപിച്ചിരിക്കുന്ന ഈ മെസ്സിഹായുടെ ദാസന്റെ പാപങ്ങൾ കർത്താവ് പരിഹരിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ ശരണത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന തന്റെ ദാസനും ആരാധകനുമായ കൃപയോടെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ ഈ കൂട്ടത്തിന്റെ മേൽ ദൈവത്തിന്റെ കരുണ എന്നും നീക്കും രണ്ട് ലോകങ്ങളെ ചെയ്യുമാറാകട്ടെ. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കട്ടെ. ആത്മീയമാകുന്ന ഈ സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നമ്മൾ വാങ്ങിപ്പോയിരിക്കുന്ന പരേതാത്മാക്കളെ പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പരിശുദ്ധ റൂഹായുമായുള്ളവേ
ഞങ്ങളുടെ കുറവും കലഹീനമായ പ്രാർത്ഥന ഞങ്ങളുടെ മുമ്പാകെ കേൾക്കപ്പെട്ടത് അംഗീകരിക്കപ്പെട്ടത് ആക്കി തീർക്കണമേ. ആദീശോ എല്ലാവരും കൂടെ ലോകവും അതിലെ നിവാസികളുമേ സമാധാനത്തോടെ വസിപ്പീ.